എന്നുടെ പ്രിയതമനൊപ്പമാകാൻ പ്രിയജനമേ ഞാൻ പോകുന്നു. ഞാൻ അവിടെ ഏകയല്ല, എന്നുടെ ഈശോ ചാരയുണ്ട്. 26 വർഷത്തെ അമ്മയുടെ കാത്തിരിപ്പിന് വിരാമമായി. 2026 മാർച്ച് 23-ന് ഞങ്ങളുടെ അമ്മയും അപ്പനോടൊപ്പമായി. അമ്മയുടെ കൈകളിലെ ജപമാലയുടെ മണികളിൽ ഒരു ഇടലുകളിൽ നിറഞ്ഞിരുന്നതും അതാകാം. തൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമായി നീക്കിവെക്കുന്ന ഓരോ കൊന്തയും ദൈവത്തോടൊപ്പമാകാൻ തന്നെ ആയിരുന്നിരിക്കണം. പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയാതെ ഒരു ചെറിയ പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചതും ഒരുപക്ഷെ ഇതുതന്നെയാകാം. താൻ കാലത്തോളം മാതാപിതാക്കളിലൂടെ കൈവന്ന ദൈവവചനം എന്നും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു. അത് അനുവർത്തിക്കാനായി ദൈവം വീടിനടുത്ത് തന്നെ ദേവാലയം ഒരുക്കി. അത് നെല്ലിയാമ്പതിയിലായിരുന്നെങ്കിലും നെന്മാറയിലായിരുന്നെങ്കിലും വീടിന് തൊട്ടു പറ്റേ തന്നെയായിരുന്നു ദേവാലയങ്ങൾ. മാതാപിതാക്കളുടെയും ആങ്ങളമാരുടെയും തത്തമംഗലത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശോശന്നം എന്നും മാതാവിനെ ചേർത്ത് പിടിച്ചു തിരികെ മാതാവ്. ഞങ്ങളുടെ സ്മരണകളിൽ അശ്രുബാഷ്പങ്ങളായി നിറയുന്ന അമ്മയുടെ കുട്ടിക്കാലവും പഠനകാലവും ജീവിത സാഹചര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അല്പമാണ്. അമ്മ നാവിൽ കുറിച്ചിട്ട കുരിശടയാളങ്ങൾ പോലെ അമ്മ ചൊല്ലിത്തന്ന അറിവുകളേ ഉള്ളൂ എനിക്കും. ആ തുള്ളികൾ നിങ്ങളിലേക്ക് പകരാൻ ശ്രമിക്കട്ടെ. ഇതോടൊപ്പം അമ്മയുടെ ഫോട്ടോകളും മരണശേഷമുള്ള അമ്മയെ യാത്ര അയക്കുന്നതിലെ അന്ത്യശുശ്രൂഷ ചടങ്ങുകളിലോടൊപ്പം ഉള്ള ഫോട്ടോകളും ഇതോടൊപ്പം നൽകട്ടെ. 2026 ഏപ്രിൽ 27-ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ശോശന്നം എന്ന ശോശാമ്മ ആന്റണിയുടെ 30-ാം ചരമദിനം പാലക്കാട് നെന്മാറ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വെച്ചാണ് രാവിലെ 10:30-ന് അമ്മയുടെ ആത്മശാന്തിക്കായി തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നു. പ്രിയരെ, നിങ്ങളുടെയും പ്രാർത്ഥനകളിൽ അമ്മയെ സ്മരിക്കണേ. അനിവാര്യമായ വിളിക്ക് കാതോർത്തിരിക്കുകയായിരുന്നു ഞങ്ങളുടെ അമ്മ. ദിവസേന ഒരു മുടക്കവും കൂടാതെ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു. പ്രാർത്ഥനകളിൽ ജീവിക്കുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ അമ്മ. നടക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയപ്പോൾ, പള്ളിയിലേക്ക് പോകാനും സ്റ്റെപ്പുകൾ കയറാനും പറ്റാതെ വന്നപ്പോൾ വീടിന് പുറത്ത് വന്നിരുന്ന് കുർബാനയിൽ പങ്കുകൊള്ളുക അമ്മയുടെ പതിവായിരുന്നു. പിന്നീടത് വീടിനകത്തെ ടിവിയിലുള്ള കുർബാനയിലേക്ക് മാറി. ടിവിയിലുള്ള കുർബാന, ജപമാല, ധ്യാനം, ആരാധന തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊണ്ടു. എല്ലാ മാസാദി വെള്ളിയാഴ്ചയും പതിവുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൂടാതെ അച്ഛന്റെ സൗകര്യാർത്ഥം അതിനിടയ്ക്കും കുർബാന സ്വീകരിക്കാൻ അവസരമൊരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂടാതെ ഇടയ്ക്ക് തനിക്ക് ദൈവത്തിന്റെ പക്കലേക്ക് പോകാൻ സമയമായോ എന്ന് ഓർത്തുകൊണ്ടാവണം മുൻപൊരിക്കലും അച്ഛനോട് പറഞ്ഞുകൊണ്ട് അമ്മ സ്വയം അന്ത്യകൂദാശ സ്വീകരിച്ചിരുന്നു. അതിൽ നിന്നും അമ്മ എപ്പോഴും മരണത്തിനായി തയ്യാറായി ഇരുന്നിരുന്നത് പോലെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓടി നടന്ന് പണികൾ ചെയ്തിരുന്ന കാലങ്ങൾ പതുക്കെ മാറി. പിന്നീട് എല്ലായ്പ്പോഴും കൊന്തമണികൾ ഉരുട്ടി ജപമാല ചൊല്ലിക്കൊണ്ടാണ് അമ്മയുടെ പിന്നീടുള്ള ജീവിതം കടന്നുപോയത്. അമ്മ എപ്പോഴും പറയും, ഞാൻ ഓരോ കൊന്ത ഓരോരുത്തർക്കും വേണ്ടി ചൊല്ലി കാഴ്ചവെക്കും. നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് എന്ന്. കൃത്യമായ ഒരു ജീവിത ശൈലിയായിരുന്നു അമ്മയ്ക്ക്. ഉറക്കം കുറവായിരുന്ന രാത്രികൾ ജപമാല മണികൾ കൊണ്ട് മണിക്കൂറുകൾ താണ്ടുക അമ്മയുടെ പതിവ് ശീലങ്ങളിൽ ഒന്ന് മാത്രം. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾ കണ്ട അമ്മയുടെ ചിട്ടകളും സാമ്പത്തിക അച്ചടക്കവും ഞങ്ങൾ മക്കളുടെ മക്കളും വരെ പഠിക്കേണ്ടതാണ്. കുറച്ചൊക്കെ പകർത്തിയിട്ടുമുണ്ട്. തത്തമംഗലത്ത് തേറാട്ടിലും ജോഡിക്കാരൻ പാവുണ്ണിയുടെയും ത്രേസ്യയുടെയും, അതായത് 10 മക്കളിൽ 4 ആണും 6 പെണ്ണും അടങ്ങുന്ന 10 മക്കളിൽ പെൺമക്കളിൽ 2ാമത്തെ മകളായിരുന്നു അന്നം, ശോശന്നം എന്നെല്ലാം വിളിക്കുന്ന 8ാം ക്ലാസ്സിലെ ഗവൺമെന്റ് പരീക്ഷ കഴിഞ്ഞ് TTCക്ക് വേണ്ടി തയ്യാറായ അമ്മ. ആ വർഷം മുതൽ 8ാം ക്ലാസ് ഗവൺമെന്റ് പരീക്ഷ കഴിഞ്ഞവർക്ക് TTC നിർത്തലാക്കി എന്ന് അപ്പോഴാണ് അറിയുന്നത്. തുടർന്ന് അമ്മയുടെ 8ാം ക്ലാസ് വരെയുള്ള പഠനം പല സ്ഥലങ്ങളിൽ അമ്മാവന്മാരുടെ വീടുകളിൽ നിന്നിട്ടായിരുന്നു. കുറച്ചുനാൾ നെന്മാറയിലെ വല്ലങ്ങി സ്കൂളിലും അമ്മ പഠിച്ചിട്ടുണ്ട്. കാരണം അപ്പാപ്പന് ഇന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡ്, അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഇലക്ട്രിസിറ്റി കമ്പനി, അതിൽ ആയിരുന്നു ജോലി.
അപ്പാപ്പന് ഓരോ സ്ഥലത്തേക്കും സ്ഥലം മാറ്റം കിട്ടുമ്പോൾ അപ്പാപ്പൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് ഷോളയാർ, പെരിങ്ങൽകുത്ത് തുടങ്ങിയ ഡാം സൈറ്റുകളിലായിരുന്നു അപ്പാപ്പന് ജോലി. അപ്പോൾ സ്ഥലം മാറ്റം കിട്ടുന്നതനുസരിച്ച് മക്കളുടെ പഠനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാതിരിക്കാനാണ് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നിർത്തി പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഇനി അപ്പന്റെ കാര്യം. തുടർന്ന് കൊച്ചിയിലെ മുണ്ടൻവേലിയിൽ നിന്നും കോൺട്രാക്ട് വർക്കിനായി സകുടുംബം നെല്ലിയാമ്പതിയിലേക്ക് ചേക്കേറിയ കാളിയത്ത് ജേക്കബിന്റെയും മേരി ജേക്കബിന്റെയും 6 ആണും 4 പെണ്ണും അടങ്ങുന്ന 10 മക്കള് തന്നെയാണ് അവിടെയും. അതിൽ രണ്ടാമത്തെ മകനായ കാളിയത്ത് ആന്റണി. അമ്മയുടെയും അപ്പന്റെയും ഒരേ ഒരു ചേട്ടൻ സേവ്യർ കാളിയത്തിന്റെയും ഏന്റിയും അനിയന്മാരുടെ ഏന്റീച്ചയും കൊച്ചേട്ടനും അവരുടെ മക്കളുടെ ഏന്റീച്ചങ്ങളും കൊച്ചുവല്ലിപ്പിച്ചിയും ഒക്കെയായ ആന്റണി കാളിയത്തുമായി അന്ന് കോയമ്പത്തൂർ രൂപതയിലെ നെന്മാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് വിവാഹം നടന്നു. അതിനുശേഷം നെല്ലിയാമ്പതിയിൽ പോത്തുപാറയിലെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലെ എല്ലാവരോടും ചേർന്ന് കൂട്ടുകുടുംബമായി വർഷങ്ങൾ താമസിച്ചു. വർഷങ്ങൾക്ക് ശേഷം 2 മക്കളോടൊപ്പം പിന്നീട് പാടഗിരിയിലെ സെന്റ് മേരീസ് ചർച്ചിന്റെ തൊട്ടുപറ്റേ ഒരു വേലിക്കപ്പുറയും ഇപ്പുറമായിട്ടായിരുന്നു പള്ളി. സെന്റ് മേരീസ് കോൺവെന്റിന്റെ എതിർവശം, റോഡിന് ഓപ്പോസിറ്റ് കോൺവെന്റാണ്. മറുവശത്ത് ചുറ്റുപാടും തേയിലക്കാടുകൾ നിറഞ്ഞ പച്ചപ്പ്. അതിനിടയിൽ സുന്ദരമായ ഒരു കൊച്ചു വീട്ടിൽ അമ്മയും അപ്പനും മക്കളോടൊപ്പം താമസമായി. ശോശനം എന്ന പേരിൽ അറിഞ്ഞിരുന്ന അമ്മയ്ക്ക് ഇഷ്ടമായിരുന്ന ആ പേരിൽ നിന്ന് വിവാഹശേഷം അമ്മായിയമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ശോശാമ്മ എന്നാക്കി. ശോശനം എന്ന പേരിനോട് ഒത്തിരി ഇഷ്ടമാണെങ്കിലും അമ്മായിയമ്മയുടെ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടമായി സ്വീകരിച്ച് പിന്നീട് മരണം വരെ ശോശാമ്മയായി തന്നെ തുടർന്നു. പടകിരിയിലെ പുല്ലുമേഞ്ഞ കൊച്ചി വീട്ടിൽ നിന്നും ആരംഭിച്ച കഷ്ടപ്പാടുകൾ അമ്മയെ ഏറെ പഠിപ്പിച്ചു. 2 ഏക്കറോളം വരുന്ന പറമ്പ് എപ്പോഴും കാട് വെട്ടിത്തെളിച്ചു അപ്പന്റെ ദിവസവേതനത്തിൽ ചുരുക്കി ചെലവഴിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ഓടിട്ട വീട് വയ്ക്കാൻ അമ്മയുടെ സാമ്പത്തിക അച്ചടക്കവും കഷ്ടപ്പാടും തന്നെയാണ് വഴിയാക്കിയത്. അപ്പോഴേക്കും മക്കൾ 3 ആയി. മൂത്തത് ടെസ്സി എന്ന് വിളിക്കുന്ന റോസി, പിന്നെ മിനി എന്ന് വിളിക്കുന്ന മേരി, 3-മത്തത് ജേക്കബ് ലൈസൺ ചേട്ടൻ. ഓടിട്ട വീട്ടിൽ തന്നെയായിരുന്നു ഞാനും ജനിച്ചതെന്ന് വെച്ചാൽ ആ വീട്ടിലായിരുന്നപ്പോഴാണ് എൻ്റെ ജനനം. എൻ്റെ ജനനത്തെക്കുറിച്ച് എൻ്റെ എല്ലാ ജന്മദിനത്തിലും അമ്മ വിവരിക്കുമായിരുന്നു. അത് വിവാഹത്തിന് മുൻപ് നേരിട്ട് പറയുന്നത് കൂടാതെ വിവാഹശേഷം ഞാൻ ഫോൺ വിളിക്കുമ്പോഴും അമ്മ അത് ആവർത്തിക്കുമായിരുന്നു. ഞാനും എല്ലാ വർഷവും അത് ആദ്യമായി കേൾക്കുന്നത് പോലെ ആകാംക്ഷയോടെ കേൾക്കുമായിരുന്നു. അതിങ്ങനെയായിരുന്നു. എൻ്റെ ജനനത്തിൻ്റെ അന്നത്തെ ദിവസം കുർബാന കഴിഞ്ഞ്, അന്നൊരു ഞായറാഴ്ചയായിരുന്നു. കുർബാന കഴിഞ്ഞ് ഇറച്ചിക്ക് കൂടെ ഇടാനുള്ള ഉരുളൻകിഴങ്ങ് കൊണ്ടുകളഞ്ഞിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു വേദന ആരംഭിച്ചു. അന്ന് ഞങ്ങളോടൊപ്പം അപ്പൻ്റെ അമ്മയും കൂടെ വന്ന് നിൽക്കും. പ്രസവം അടുത്ത് നിൽക്കുകയല്ലേ എന്ന് അമ്മമ്മയുടെ വിവരം പറഞ്ഞ് അമ്മയും കൂടി ഉടനെ തന്നെ അല്പം ഭക്ഷണം കഴിച്ച ശേഷം അവിടെ നിന്ന് റെഡിയായി ഇറങ്ങി. അപ്പൻ കാലത്തെ ഇറച്ചി വാങ്ങിച്ചു തന്ന ശേഷം അത്യാവശ്യം പണി തീർക്കാൻ വേണ്ടി ഒരിടം വരെ പോയിരിക്കുകയായിരുന്നു. അപ്പനെ വിളിക്കാൻ അമ്മമ്മ ഒരാളെ വിട്ടു. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് നടന്നത്. റോഡുണ്ട് എങ്കിലും വാഹനങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് പാടഗിരിയിൽ നിന്നും പോത്തുപാറയിലെ കമ്പനി ആശുപത്രിയിലേക്ക് തേയിലക്കാടിനിടയിലൂടെ നടക്കുന്നതിനിടയിൽ പല പ്രാവശ്യം വേദന വന്നു. ആ വേദനയെല്ലാം തേയിലച്ചെടികളിൽ പിടിച്ചു നിന്ന് ദൈവത്തെ വിളിച്ചിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ആശുപത്രിയിലെത്തിയ അല്പസമയത്തിന് ശേഷം പ്രസവം നടന്നു. ഈ കഥകളൊക്കെ ഞാൻ ഇത്രയും വർഷമായി കേട്ടുകൊണ്ടിരുന്നതാണ്. ഇനി എൻ്റെ ജന്മദിനങ്ങളിൽ ഇതൊന്നും പറയാൻ അമ്മയില്ലല്ലോ. 4 മക്കളെ വളർത്താൻ അപ്പനോടൊപ്പം അമ്മയും ഏറെ കഷ്ടപ്പെട്ടു. പശുക്കളുടെ പുറകെ ഓടിയും പശുക്കളെ വളർത്തിയും തൊഴുത്ത് വൃത്തിയാക്കിയും പാല് കറന്നും. ഒരു പശുവിനെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെ അറിയാം. അപ്പോൾ 2 or 3 അതിൽ കൂടുതൽ പശുക്കൾ ഉള്ളപ്പോൾ അമ്മ എത്രമാത്രം അധ്വാനിച്ചു കാണുമെന്ന് നമുക്ക് ഊഹിക്കാം.
അങ്ങനെ അപ്പന്റെ കരുതലിനൊപ്പം ചേർന്ന് അപ്പനോടൊപ്പം കുടുംബം നോക്കാൻ അമ്മയും വളരെയധികം സഹകരിച്ചു, പാടുപെട്ടു. അതുകൂടാതെ ഒരു പലചരക്ക് കട പാടകരിയിൽ തന്നെ തുറന്നു. ഒരു കാലത്ത് കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാകാതെ അമ്മ നോക്കിയിരുന്നു. എന്നാലും അമിത സ്വത്തിനോട് അമ്മയ്ക്കും അപ്പനും ആർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വളർന്നപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഏറെ സമ്പാദിക്കാമായിരുന്നല്ലോ എന്ന്. അപ്പോൾ അമ്മ പറയും, ദൈവം നമുക്ക് ദാരിദ്ര്യമൊന്നും തന്നിട്ടില്ല. അപ്പന് പണിയില്ലാത്തപ്പോൾ പശുക്കളുടെ കറവയുണ്ടാകും. ഇതെല്ലാം തരണം ചെയ്ത് ഒപ്പം കൊണ്ടുപോകാൻ കട ഉപകരിക്കും. കൂടാതെ നെല്ലിയാമ്പതിയിലെ മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റ് കൂടെയായിരുന്നു അന്ന് അപ്പൻ. കൂടാതെ അമ്മയ്ക്ക് ധാരാളം കോഴികൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കോഴികൾ. തൊപ്പിക്കോഴി, കഴുത്തിൽ തൂവലില്ലാത്ത കോഴി, കോഴിയുടെ തൂങ്ങിക്കിടക്കുന്ന തരത്തിൽ അത്രയും വലിപ്പമുള്ള ചുവന്ന താടയുള്ള കോഴികൾ. പിന്നെ വൈറ്റ് ലഗോൺ, കരിങ്കോഴി തുടങ്ങിയ ധാരാളം കോഴികൾ. കഠിനാധ്വാനിയായിരുന്നു അമ്മ. ഇത്രയും തിരക്കിനിടയിലും നല്ലൊരു പൂന്തോട്ടം മുറ്റത്തുണ്ടായിരുന്നു, ചെറിയ പച്ചക്കറി കൃഷിയും. ഞങ്ങൾ മക്കളുടെ പഠനം, ഫീസ്, ഡ്രസ്സ് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ മുൻപോ അതിനോടൊപ്പമോ ഞങ്ങൾക്ക് ക്യാഷ് തരുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എനിക്ക് എപ്പോഴും ഒരു യൂണിഫോം സ്പെയർ ആയിട്ടുണ്ടാകുമായിരുന്നു. അടുത്ത വർഷം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാണ് അത് വെക്കാറ്. തയ്പ്പിക്കുമ്പോൾ എന്നെപ്പോലെ ഒരാളെ കൂടി കൊള്ളിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല ഡ്രസ്സുകളായിരുന്നു എനിക്ക് യൂണിഫോമായി തയ്ച്ചിരുന്നത്. ആ ഡ്രസ്സ് ആ തയ്ച്ച വർഷം ഇടുന്നത് ഒരു 4-5 ദിവസങ്ങളിൽ മാത്രമായിരിക്കും. ഇൻഡിപെൻഡൻസ് ഡേ, യൂത്ത് ഫെസ്റ്റിവൽ, ഒക്ടോബർ 2, ഓഗസ്റ്റ് 15 തുടങ്ങിയ ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് സ്കൂളിലേക്ക് അത് ഇട്ട് തരിക. അല്ലാത്തപ്പോൾ പഴയ യൂണിഫോം ഇട്ട് തന്നിരുന്നു. അതുപോലെ വസ്ത്രങ്ങളെല്ലാം വളരെ ഭംഗിയായും വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് എൻ്റെ ചേച്ചിമാര് 2 പേരും ഇട്ടിരുന്ന ഡ്രസ്സുകൾ എനിക്കും ഇടാൻ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളും രസകരമായത് ആ ഡ്രസ്സ് പലതും എൻ്റെ മകൾ ആൻഡ്രീറ്റയും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നൊക്കെ യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിലേക്ക് മാറി. അവർക്കിതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. പിന്നെ നെല്ലിയാമ്പതിയിൽ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള പണിക്കാരുടെ മക്കളെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നെന്മാറയിലേക്ക് ദിവസേന വന്നു പോയായിരിക്കും പഠിക്കേണ്ടി വരിക. അതല്ല എങ്കിൽ പഠനം നിർത്തും. പിന്നെ വലിയ എസ്റ്റേറ്റ് മുതലാളിമാരുടെ എല്ലാം മക്കൾ അവിടെയൊന്നും പഠിക്കേണ്ടി വരാറില്ല. അവർ എറണാകുളത്തോ ഊട്ടിയിലോ ഒക്കെയുള്ള വലിയ സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ചേച്ചിമാര് 2 പേരെയും അമ്മയുടെ കുടുംബത്തിലും, അതായത് തത്തമംഗലത്ത് അമ്മയുടെ വീട്ടിലും നെന്മാറയിലെ അപ്പന്റെ വീട്ടിലുമായിട്ടാണ് നിർത്തി പഠിപ്പിച്ചത്. ചേട്ടനും 7ാം ക്ലാസ് എത്തിയപ്പോൾ ഇനിയും മാറ്റി നിർത്തി പഠിപ്പിക്കേണ്ടല്ലോ എന്ന ഓർത്തായിരിക്കണം നെന്മാറയിൽ ഭാഗികമായി തീർത്ത ഒരു വീട് അതിൽ താമസം ആരംഭിച്ചു. ഒരു ഓഗസ്റ്റ് 15-ന്. അന്ന് നെല്ലിയാമ്പതിയിൽ ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചു തീർത്തിയ ഞാൻ നെല്ലിയാമ്പതിയിൽ 2ാം ക്ലാസ് വരെ എത്തിയ ഞാൻ നെന്മാറയിലെ അളുവശ്ശേരിയിലെ സ്കൂളിലെ 3ാം ക്ലാസ്സിലേക്ക് പറിച്ചു നടപ്പെട്ടു. ടെസ്റ്റ് ടീച്ചറും മിനിച്ചേച്ചി ലാബ് ടെക്നീഷ്യനുമായി. പാടകരിയിലെ സ്ഥലവും പശുക്കളെയും വിറ്റു. എല്ലാവർക്കും ഉപകാരികളായിരുന്ന അപ്പൻ വീട് വെച്ചപ്പോൾ തന്നെ ഒരു മുറിയോട് ചേർന്ന് ബാത്റൂമും അതിൻ്റെ വാതിൽ പുറത്തേക്ക് രീതിയിൽ പണിതിരുന്നു. അകത്തുനിന്ന് അങ്ങോട്ട് എൻട്രൻസ് ഇല്ല. അത് വെച്ചിരുന്നത് നെല്ലിയാമ്പതിയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളുകൾക്ക്, അതായത് നെല്ലിയാമ്പതിയിലെ ഒട്ടുമിക്ക ജോലിക്കാരും, എസ്റ്റേറ്റിലെ ജോലിക്കാരും, സ്കൂളിലെ ടീച്ചേഴ്സ് മുതലായവരൊക്കെ കോട്ടയം, എറണാകുളം, പാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു. അവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോവുകയും ഞായറാഴ്ച വൈകുന്നേരമോ തിങ്കളാഴ്ച വെളുപ്പിനോ ഒക്കെ ആയിട്ട് എത്തുന്നവരുമായിരുന്നു. അവർക്ക് നെന്മാറ വന്നു കഴിഞ്ഞാൽ തുടർന്ന് ബസ് കിട്ടണമെന്നില്ല, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ ഒരിടം, അതിനായിട്ടായിരുന്നു ആ റൂം പണിതത്.
കൂടാതെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അല്പം ഭക്ഷണം കൂടുതൽ കരുതാറുണ്ടായിരുന്നു. മൂത്ത ചേച്ചി ടെസ്റ്റ് ചേച്ചിയുടെ വിവാഹം എടുക്കാറായപ്പോഴാണ് ആ റൂമിന്റെ പുറത്തേക്കുള്ള വാതിലടച്ച് അകത്തേക്കുള്ളത് തുറന്നത്. അമ്മ എന്നും പറയും ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകണം എന്ന്. കിടക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും ഏറ്റു പറയുന്നത് ദൈവത്തോട് ഇങ്ങനെയായിരുന്നു: ദൈവമേ, നീ എന്നെ ഇനിയും സ്നേഹിക്കുകയാണോ? ക്രിസ്തുവിൽ സ്നേഹം വന്നവരെ, വിട പറയുമ്പോഴും സ്നേഹം അതിൻ്റെ ആഴങ്ങൾ അറിയുന്നില്ലെന്ന് ഖലീൽ ജിബ്രാൻ എഴുതി വയ്ക്കുന്നുണ്ട്. നമ്മളെന്നും യാത്ര ചെയ്യുന്നവർ, ഈ ലോക ജീവിതം വിട്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ, സ്നേഹബന്ധങ്ങളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളിൽ നിന്നും വേർപിരിയുന്ന പ്രിയ അമ്മ സൂഷമ്മ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് ഇറങ്ങി ചെല്ലുകയാണ്. വളരെ പാവന സ്മരണകൾ ഉണർത്തുന്ന ഒരമ്മയാണ്. എല്ലാ മാസം ആദ്യ വെള്ളിയാഴ്ചകളിൽ ഒരുക്കത്തോടുകൂടി ദിവ്യകാന്യം സ്വീകരിക്കുവാൻ തന്നെ ഒരുക്കിയ ഒരമ്മ. നമ്മൾ അടുത്തയാഴ്ച വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധിയുടെ നാട്ടിലേക്ക് തക്ക സമയത്ത് തന്നെ യാത്ര ചെയ്യുവാൻ കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ അമ്മയ്ക്ക് എന്ന് വേണം പറയുവാൻ. വിശുദ്ധിയോടുകൂടി ഭവ്യതയോടുകൂടി ദിവ്യകാന്യം സ്വീകരിക്കുവാനിരിക്കുന്ന ഈ അമ്മയുടെ മുഖം നമുക്കെല്ലാവർക്കും ഒരു പാഠമാകണം. അന്ത്യശ്വാസം വലിക്കുന്നത് വരെ യേശുവിനെ സ്വീകരിക്കുവാനുള്ള ആ തിടുക്കവും ഒരുക്കവും നമ്മൾ കണ്ടതാണ്. ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അവസാന ശ്വാസം വരെയും നമ്മളുടെ യഥാർത്ഥ സമ്പത്ത് ദിവ്യകാരുണ്യമാണ്. അനശ്വരമായ സമ്പത്ത് ദിവ്യകാരുണ്യം തന്നെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്മ സ്നേഹത്തിന് ആഴങ്ങളിലേക്ക് ഇന്ന് ഇവിടെ പറയുന്നത്. ഈ അമ്മയുടെ ഈ നല്ല സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. മാനുഷിക ബലഹീനതയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ ഈ ദിവ്യബലിയുടെ യോഗ്യത വഴി ഈ അമ്മയ്ക്ക് ആത്മശാന്തി അരുളുവാൻ കൃപയാചന നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. എന്തേ എനിക്ക് ഇങ്ങനെ വേദന തരുന്നു? എന്നെ എടുക്കാൻ പാടില്ലേ? എനിക്ക് എന്നോട് ഇത്രയും ഇഷ്ടമാണോ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അമ്മയ്ക്ക് സാരി ഉടുക്കാൻ പറ്റാതെ നൈറ്റി മാത്രം ഇടുന്നൊരു കാലമായപ്പോഴേക്കും അമ്മയുടെ സാരി എല്ലാം എടുത്ത് പലർക്കായി കൊടുത്തു വന്നു. ദീനചേച്ചിയുടെ മരണശേഷം അമ്മ മാനസികമായി ആകെ തളർന്നു. ഞാനിരിക്കെ മരുമോളെ നഷ്ടമായത് അമ്മയ്ക്ക് താങ്ങാനാവുമായിരുന്നില്ല. അതിനിടെ എനിക്ക് 2 സാരി തന്നപ്പോൾ അതിൽ നിന്നും അമ്മയുടെ കല്യാണ സാരി കാണിച്ചു തന്നിരുന്നു. അമ്മ എന്നോടും പറഞ്ഞിരുന്നു. എങ്കിലും ആ അമ്മയുടെ മരണത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. എൻ്റെ മരണത്തിന് ഇത് ഉടുപ്പിച്ചു വേണം യാത്രയാക്കാൻ. എന്നാൽ തൻ്റെ മരണം മുൻകൂട്ടി കണ്ട പോലെ അമ്മ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുൻപേ തന്നെ സംസാരശേഷി പോകുന്നതിന് മുൻപേ ചേച്ചിയോടും മോൾ അഞ്ജുവിനോടും പറഞ്ഞേൽപ്പിച്ചു. പെട്ടിയിലിരിക്കുന്ന കല്യാണ സാരി ഉടുപ്പിച്ചു വേണം എന്നെ പെട്ടിയിൽ കിടത്താനെന്ന്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അതും ചെയ്തു. 3 പെൺമക്കളെയും മാന്യമായി വിവാഹം ചെയ്തയച്ചു. അതിനായി അമ്മ ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ ചിലവുകൾ ചുരുക്കി പൈസ കൂട്ടിവെച്ച് സ്വർണവും മറ്റും വാങ്ങിക്കുമായിരുന്നു. 4 മക്കളെയും വളർത്തി തൻ്റെ കടമകൾ ഭംഗിയായി ചെയ്തു. ഈ അടുത്ത കാലത്തായി നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും വാക്കറിൽ നടക്കുമ്പോഴും കിടക്കുന്ന സമയത്തും അമ്മ എല്ലാം ഓരോന്നോരോന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് മക്കളോടും പേരക്കിടാങ്ങളോടുമില്ല. കോഴിക്കോട് അടച്ചോ? പുറത്തെ ലൈറ്റ് ഇട്ടോ? കറണ്ട് ചാർജ് അടച്ചോ? വെള്ളത്തിൻ്റെ കരമടച്ചോ? ഗ്യാസ് ഓഫ് ചെയ്തോ? കുട്ടികൾ സ്കൂളിൽ പോകേണ്ട സമയമാണെങ്കിൽ ഇറങ്ങിയോ? റെഡിയായോ? ഭക്ഷണം കഴിച്ചോ? എന്നിങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഓർമ്മിപ്പിക്കാനും അമ്മയില്ല. കൃത്യസമയത്ത് താൻ ഭക്ഷണം കഴിക്കണമെന്നതിനേക്കാൾ ഉണ്ടാക്കിയോ കഴിച്ചോ തുടങ്ങിയ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയമുണ്ടായിരുന്നു.
ആ മുറിയിൽ ആ സമയത്ത് ആരും ഇല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. ലീന ചേച്ചിയുടെ മരണശേഷം ടെസ് ചേച്ചി അമ്മയുടെ വീടിനടുത്തുള്ള വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും ഞാനും ആഴ്ചയിൽ നെന്മാറയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ കൂടെ കൂടുതൽ നേരം സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. എപ്പോഴും അതല്ലാതെ ഫോണിൽ വിളിച്ചാലാണെങ്കിലും ഒക്കെ എനിക്ക് കുറേയേറെ വിശേഷങ്ങളുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങളാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. അമ്മയുടെ ഓർമ്മകൾക്ക് ഒരു മങ്ങലുമില്ലാതെ തെളിഞ്ഞു തന്നെയാണ് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയുമ്പോൾ ഞാൻ അമ്മയെ ഒന്ന് ഓർമ്മിപ്പിക്കും. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കേൾക്കണമെന്ന് തോന്നുമ്പോൾ പറയാൻ അമ്മയില്ല. കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് അമ്മയെ എല്ലാവരോടും പറയുന്നു. എല്ലാവരും എന്നും കൂടെ ഉണ്ടാവില്ല. ഉള്ള കാലം എല്ലാവരോടും ഒരുമിച്ചും സംസാരിച്ചും കേട്ടും കേൾപ്പിച്ചും പോവുക. അപ്പൻ ആദ്യം ഓർമ്മയായി, പിന്നീട് ദേവി ചേച്ചി, ഇപ്പോഴിതാ അമ്മയും. മരിച്ചവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അങ്ങയുടെ കൈകളുമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരമായുള്ള സംസ്കൃതത്തിന്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസിക്ക് സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കണം. ഈ ലോകത്ത് ജീവിക്കുന്നതായ ഞങ്ങൾ വിശ്വാസ പരിസ്ഥിതികളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയുന്നു. ഞങ്ങളും ഒരിക്കൽ സ്വർഗ്ഗത്ത് എത്തിച്ചേരുന്നു. വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തു നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണം. കഥാവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിലേക്ക് പ്രവേശനമാണ്. ആദ്യം കുരിശുവാകൻ, അതിനുശേഷം ജനങ്ങൾ 2 ലൈനായിട്ട് അണിനിരക്കുക. അതിനുശേഷം വൈദികം, അതിന് പുറകിൽ മൃതശരീരം വഹിച്ച് വ്യക്തികൾ വരുന്നതായിരിക്കും.
വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും കർത്താവേൻ ശബ്ദം കേൾക്കേണമേ അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ അടുത്ത് നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ കർത്താവേൻ ശബ്ദം കേൾക്കേണമേ അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വീകരിക്കുവാൻ കനിവുണ്ടാകണം. കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇവരുടെ ആത്മാവും സകല മറ്റു വിശ്വാസത്തിലെ ആത്മാക്കളും കർത്താവിന്റെ കാണിക്കൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആഹാരം ക്ഷയിക്കുന്ന പോലെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാവണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. സ്നേഹം നിറഞ്ഞവരെ, 2026 മാർച്ച് 23 ഞങ്ങളുടെ അമ്മ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അമ്മയുടെ 30ാം ചരമദിനം ഏപ്രിൽ 27 പാലക്കാട് നെന്മാറയിലുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ വെച്ച് 10:30 അമ്മയുടെ ആത്മാവിന് വേണ്ടിയുള്ള തീർക്കർമ്മങ്ങൾ നടത്തുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണേ.